പുറയിലെ നിന്റെ ഇളയപ്പനും മക്കളും കൂടെ വിജയനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ സാറേ. നിർത്തടി നിന്റെ അഭ്യാസം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കിട്ടിയ പിന്നെ നിന്നെയും നിന്റെ ഈ കെട്ടിയവനെയും ഈ തന്തയും തള്ളയും എല്ലാത്തിനും കൂടെ വലിച്ചിറക്കി അങ്ങ് കൊണ്ടുപോകും ഞാൻ. മനസ്സിലായോടി? അവക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ സാറേ? മിണ്ടാ നിക്കടോ. ഇവളുടെ നിർദ്ദേശപ്രകാരമാ അവന്മാര് വിജയനെ പൊക്കിയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എടി, കടപ്പുറത്ത ഏവനെങ്കിലും ഒരുത്തൻ എന്റെ കയ്യിൽ വന്ന് പെട്ട ഞാൻ ഒരിക്കൽ കൂടി വരും, വലിച്ചു വാരി കൊണ്ടുപോകും ഞാൻ എല്ലാത്തിനെയും. ഏതല്ലേ, ഇവള് കാരണം വിജയൻ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ പോലീസ് ഇവിടെ കയറി അങ്ങ് നിരങ്ങും. പറഞ്ഞില്ല എന്ന് വേണ്ട. ആണാണോടാ നീ? നീ അല്ലാതെ ആരെങ്കിലും ഇതുപോലൊരു സാധനത്തിനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുവാടാ? കഷ്ടം. ഈ കേട്ടതൊക്കെ സത്യമാണോ? നിങ്ങൾ വിടരുത്. ഇവക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളാ. അമ്മ ഇവിടെ അടിച്ചത് ശരിയായില്ല. നിർത്തടാ. ഒന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഊരും പേരും അറിയാത്ത ഇവളെ ഈ വീട്ടിലോട്ട് കെട്ടിയെടുക്കണ്ടെന്ന്. ഇവക്ക് തള്ളയുണ്ടോ, തന്തയുണ്ടോ, ബന്ധുക്കളുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? പോലീസാ ഇപ്പൊ വന്നേ. ഇനി ആരൊക്കെ വരും? നീ ഈ വീടിന്റെ കാലിനായിട്ടാണോ വന്നത്? മാലതി, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. അങ്ങനെ ഇപ്പൊ എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. ഏതോ കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിനൊക്കെ വീടിനകത്ത് കയറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ച നിന്നെ വേണം അടിക്കാൻ. അന്തസ്സും അഭിമാനവും മീൻ മാർക്കറ്റിൽ കിട്ടുന്നതല്ല, അതിന് തറവാട്ടി ജനിക്കണം. മനസ്സിലായോടി? അമ്മ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. മാലതി, ആ പാവത്തിനെ എന്റെ മുമ്പ് വെച്ചിങ്ങനെ വേദനിപ്പിക്കണ്ടായിരുന്നു. ഇതിനേക്കാളും നല്ലത് നീ അവളെ കൊല്ലുന്നതായിരുന്നു. നന്ദ, ചെല്ല്, ചെന്ന് അവളെ ആശ്വസിപ്പിക്കും. ഓ, മോളെ, നീ ഇങ്ങനെ കരയല്ലേ? എനിക്ക് ആരെയും കാണണ്ട, ഒന്ന് പോ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ആരുമില്ല, ആരുമില്ല. അങ്ങനെ പറയല്ലേ നീ. നിനക്ക് ഞാനില്ലേ? എന്നെ ഒന്ന് വെറുതെ വിടോ പ്ലീസ്. ഞാൻ ഒന്ന് കരഞ്ഞോട്ട്. നന്ദുട്ടം പോ. എന്റെ പുണ്യാളച്ച, എനിക്ക് ആരുമില്ല, ആരുമില്ല. നമസ്കാരം. നമസ്കാരം. ക്ഷമിക്കണം, സിസ്റ്ററെ മനസ്സിലായില്ല. എനിക്കെല്ലാരും മനസ്സിലായി. നന്ദൻ, മാലതിയമ്മ, രാജശേഖരൻ നായർ, ശരിയല്ലേ? സിസ്റ്റർ എവിടുന്നാ വരുന്നേ? ഞാൻ കുറച്ച് ദൂരെന്നാ. പേര് സിസ്റ്റർ ബിയാട്രീസ്. അല്ല, ഇവിടെ ആരെ കാണാനാ? ഞാൻ വന്നത് മെറ്റിൽഡയെ കാണാനാ. ഇങ്ങോട്ട് പുറപ്പെടുമ്പോ സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വീടിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. നേരിൽ കണ്ടപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. നന്മയുള്ളവരാ നിങ്ങളെല്ലാം. അതുകൊണ്ടാ അവളെ നിങ്ങൾ ഇത്രയേറെ സ്നേഹിക്കുന്നത്. അല്ല സിസ്റ്ററെ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാ അവളെ തിരക്കി ഒരാള് വരുന്നത്. പലതവണ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാ. അവക്ക് വീടും കുടുംബവും ബന്ധുക്കളും ഒന്നുമില്ല, അല്ലേ സിസ്റ്ററെ? അത് അവൾക്ക് എല്ലാവരും ഉണ്ട്. ഒരു തുറ മുഴുവനും അവളുടെ ബന്ധുക്കളാ. ഞാൻ വളർത്തിയ കുട്ടിയാ അവള്. ഇത്തിരി കുറുമ്പൊക്കെ കാണിച്ചാലും അതങ്ങ് ക്ഷമിച്ചേക്കണേ മാലതിയമ്മേ. ഇന്നവളുടെ പിറന്നാളാ. എവിടെ പോയാലും ഈ ദിവസം ഞാൻ മറക്കില്ല.
എവിടെയാ അവള്? ഒന്ന് വിളിക്കോ? ദാ വന്നല്ലോ കാന്താരി. മദർ, മോളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖാണോ മോളെ? എന്തിനാ മോളെ കരയുന്നേ? നിനക്കിവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പിന്നെന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാ. ഈ ദിവസം ഓർത്തു വെച്ച് മദർ വന്നല്ലോ. ആ അമ്മേ, കണ്ടില്ലേ, ഇതെന്റെ വളർത്തമ്മ. പക്ഷേ അമ്മയെന്നാ ഞാൻ വിളിക്കുന്നേ. അച്ഛാ, എന്റെ അമ്മയാ. ഇതാ നിനക്കുള്ള പിറന്നാൾ സമ്മാനം. മദർ, എന്താ മോളെ? എന്റെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കോ? ഒരാഗ്രഹം കൊണ്ടാ. മോളെ, ഒരു ജന്മത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ നേടിയ മുഴുവൻ അനുഗ്രഹവും ഞാൻ എൻ്റെ മോൾക്ക് നൽകാം. കർത്താവേ, എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹം മുഴുവൻ നീ ഇവൾക്ക് നൽകണമേ. നന്ദ, എല്ലാവരെക്കുറിച്ചും ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും ഇവളെ ഒന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. പിന്നെന്താ ഇതുവരെ ആരും ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഇവള് പറഞ്ഞിട്ടാ. ഇവളൊന്ന് സമ്മതിച്ച ഒരു തുറ മുഴുവൻ ഓടി വരും. സിസ്റ്ററിന് കുടിക്കാനെടുക്കട്ടെ? ഒന്നും വേണ്ട. കഴിക്കാനും കുടിക്കാനും എന്റെ മോളുടെ കൂടെ 2 ദിവസം താമസിക്കാനും ഞാൻ വരുന്നുണ്ട്. ഇപ്പൊ എന്നെ കാത്ത് ടൗണിൽ കുറച്ച് അമ്മമാര് നിപ്പുണ്ട്. വേഗം അവിടെ എത്തണം. മാലതിയമ്മേ, നിങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും എന്റെ മോള് ചെയ്യില്ല. കർത്താവിന്റെ അനുഗ്രഹം കിട്ടിയ മോളായത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ അതെ സിസ്റ്ററെ, ഇങ്ങോട്ട് വരാനല്ലേ മടിയുള്ളൂ. എവളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാരെയും കാണാൻ. സന്തോഷം. എന്നാ കാണാം. ആ. മോളെ, പോട്ടെടാ. ശരി. മോളെ, എന്നോട് ക്ഷമിക്കണേ മോളെ. പിറന്നാളായിട്ട് ഞാൻ മോളെ അടിച്ചല്ലോ. അയ്യേ, അമ്മ ഇങ്ങനെ കരയണ്ട. എനിക്കൊരടിയിലെ കുറവുണ്ടായിരുന്നു, അതിപ്പോ കിട്ടി. ഇനി ഞാൻ നേരെയാവും, അല്ലേ അച്ഛാ? മോളെന്താ ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടാ? നമുക്കവരെ അങ്ങോട്ട് പോയി കാണാം, എന്താ? അതുകൊള്ള എല്ലാരും പോയി കണ്ടത് തന്നെ. അതെന്താ മോളെ? അതിന് പോയി കാണാൻ ഒരു കുഴിമാടെങ്കിലും വേണ്ടേ? അതില്ല, എല്ലാം കടല് കൊണ്ടുപോയി. നീ എന്താ മോളെ ഈ പറയുന്നേ? ഓർക്കുമ്പോ ഒരു തമാശയാ. പണ്ടൊരു സുനാമി വന്നത് ഓർമ്മയുണ്ടോ അച്ഛാ? ആ അതെ. എനിക്കൊന്നൊരു 10-14 വയസ്സ് കാണും. പഠിക്കാൻ ഞാൻ നല്ല മിടുക്കിയായിരുന്നു. ഒരു ദിവസം അപ്പം കടലിൽ പോയിട്ട് വന്ന് രാത്രി ചോറും നല്ല മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അമ്മയും കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങിയതാ. എന്നിട്ട് ഒന്നും പറയണ്ട അമ്മേ. രാത്രിയിൽ എപ്പോഴും ഞാൻ ഉണരുമ്പോ എവിടെ കിടന്ന് ഞാൻ നിലവിളിക്കുക. ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഞാൻ അപ്പനെ അമ്മയും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് അവരെ കടന്നു കൊണ്ടുപോയെന്ന്. പിന്നെ ഒന്നും കിട്ടിയില്ല, തിരിച്ചു തന്നില്ല കടലമ്മ. അവരെ കടലമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നെ മാത്രം ഇട്ടേച്ചു പോയി. ആഹാ, എന്താ എല്ലാരും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? നീ പറഞ്ഞത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നുന്നു മോളെ. സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മച്ചി. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ആരുമില്ലാത്തവളായി. എന്റെ പൊന്നുമോളെ, ഞാൻ നിന്നെയാണല്ലോ അടിച്ചത്. അമ്മയോട് ക്ഷമിക്കും മോളെ. അതൊന്നും സാരമില്ല അമ്മച്ചി. എന്തായാലും അപ്പനെ അമ്മയും കടല് കൊണ്ടുപോയതുകൊണ്ട് എനിക്കൊരു വലിയ ഗുണമുണ്ടായി. ഏത് വീടിന്റെ വാതിൽ ചെന്ന് മുട്ടിയാലും എനിക്കൊരു പാത്രം ചോറ് കിട്ടും. അങ്ങനെ
കടപ്പുറത്ത് അമ്മമാരെല്ലാരും കൂടി ചേർന്ന് എന്നെ വളർത്തിയത്. കടപ്പുറത്ത് എനിക്ക് ഒരുപാട് ഇളയപ്പന്മാരും ആങ്ങളുമാരും ഉണ്ട്. എനിക്കൊരു ആവശ്യം വന്നാലേ അവർ ഓടി വരും. നന്ദൂട്ട് എന്നെ സ്നേഹിച്ചപ്പോ എനിക്ക് ഒരുപാട് ബന്ധുക്കളെ കിട്ടി. എന്റെ ബന്ധുക്കളെയൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അമ്മ എന്നെ അടിച്ചതിന് ഒരു തെറ്റുമില്ല. വിജയനെ പൊക്കിയതേ എന്റെ ഇളയപ്പന്മാരാ. അരുന്ധ ചേച്ചിക്ക് വേണ്ടിയാ അവരത് ചെയ്തത്. മോളെ, അമ്മച്ചി വിഷമിക്കുന്നത് എന്തിനാ? എനിക്കിപ്പോ എല്ലാരും ഇല്ലേ. മോളെ എന്ന് വിളിച്ച് സ്നേഹിക്കാൻ ദേ ഈ അച്ഛനുണ്ട്. എന്റെ കുർത്തിക്കടെല്ലാം സഹിക്കാൻ എന്റെ നന്ദൂട്ടനുണ്ട്. പിന്നെ കുറുമ്പ് കാണിച്ച എന്നെ തല്ലി നേരെയാക്കാൻ എന്റെ അമ്മച്ചിയുണ്ട്. മെറ്റിൽഡ ഇപ്പൊ ഹാപ്പിയാ. എന്റെ പൊന്നുമോളെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്ന പൊന്നുമോളാ നീ. ഞങ്ങളുടെ പൊന്നുമോള്. അയ്യേ അമ്മച്ചി, ദേ നന്ദൂട്ട കരയുന്നു. ഈ നന്ദൂട്ട എപ്പോഴും കുഞ്ഞാ, ഒന്നും അറിയത്തില്ല. അയ്യേ, എന്താ അമ്മച്ചി ഇത്? ആ, എനിക്ക് വിശക്കുന്നു. ദേ, അമ്മായിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് വിശന്ന ഞാൻ അമ്മച്ചിയെ പിടിച്ച് തിന്നും, പറഞ്ഞേക്കാം. പൊടി കാത്ത വാ, മോക്ക് അമ്മ ചോറ് വിളമ്പിത്തരാം. വാ. നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പുണ്യമാടാ ഇവിടെ. മോളി ചെയ്തൊട്ടും ശരിയായില്ല. അതിന് ഞാൻ അമ്മയോട് തെറ്റായിട്ട് ഒരു തരത്തിലും പെരുമാറിയില്ലല്ലോ. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനേക്കാൾ വലിയൊരു തെറ്റ് നീ ഇനി എന്നോട് ചെയ്യാനുണ്ടോന്ന്. നിന്നെ സ്വന്തം മോളെ പോലെ ഞാൻ സ്നേഹിച്ചോണ്ടാണോ നീ എന്നോട് ഇങ്ങനെ പെരുമാറിയത്? അമ്മേ, ഒന്നും പറയണ്ട. ശങ്കരാലയത്തിലേക്ക് നിനക്ക് എന്നെ കൂടെ വിളിക്കാമായിരുന്നു. മകൾക്കുണ്ടാകുന്ന വിശേഷം അമ്മമാർക്ക് മാത്രമല്ല, മുത്തശ്ശിമാർക്കൂടെ ആഘോഷിക്കാനുള്ളതാ. നിന്റെ മോൾ എന്റെയും പേരക്കുട്ടിയല്ലേ? അവളെ കാണാനും അവക്കൊരു സമ്മാനം കൊടുക്കാനും നീ എന്നെ അനുവദിച്ചോ? ഇല്ലല്ലോ. ആ, അപ്പൊ നീ തെറ്റല്ലേ ചെയ്തത്? ഓ, അതാണോ കാര്യം? ധൃതിയിലൊന്നും പറ്റിയില്ലമ്മേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് മോളെ വിളിച്ച് ഞാറക്കയിൽ കൊണ്ടുവന്ന് നിർത്താന്ന. ലേഖ്യൻ ചേട്ടനും അതിന് സമ്മതിക്കാത്തോണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു. എന്ന് കരുതി അമ്മ വിഷമിക്കണ്ട. ഒരു ദിവസം മോളെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ, അതുപോരെ? മതി, അത് മതി. ഇവരെയും കൊണ്ട് അവിടെ പോയി ഉണ്ടുറങ്ങി താമസിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാലും മതി. അപ്പൊ പിന്നെ മോളെയും കാണാം, പഴയ ഭർത്താവിന്റെ വീട്ടിൽ 2 ദിവസം താമസിക്കുകയും ചെയ്യാം. ആരും സംശയിക്കില്ല. അയാൾക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? താൻ ചെന്നത് അയാൾക്ക് സന്തോഷമായി കാണും. ഇന്നലെ ഇവിടെ താമസിക്കാൻ നിർബന്ധിച്ചതും അയാൾ തന്നെയായിരിക്കും അല്ലേ? ആണെങ്കിൽ സിദ്ധുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് നോക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. എടാ, സ്വന്തം മോളുടെ കാര്യത്തിന് ഇവളെവിടെ പോയത്? അതിന് ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? സത്യത്തിൽ നീയും കൂടി പോകേണ്ടതായിരുന്നു. മിണ്ടരുത്. പൊയ്ക്കോണം എന്നെ മുന്നിൽ നിന്ന്. വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. പോകാൻ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഏത് കാര്യം ആവർത്തിക്കരുതെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പഴയ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് താമസിക്കുക എന്നുള്ള തന്റെ മോഹം ഇനി വേണ്ടെന്നാ പറഞ്ഞു. അതെന്താ, ഭർത്താവിന്റെ റോള് സിദ്ധാർത്ഥൻ ഏറ്റെടുക്കാൻ വല്ലതും തീരുമാനിച്ചു? കരാറിൽ മാത്രമേ ഉള്ളൂ ഈ ഭർത്താവിന്റെ വേഷം. എന്റെ മനസ്സിൽ അന്നും ഇന്നും ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരു രൂപമേ ഉള്ളൂ. അതെന്റെ ചേട്ടന്റെ. അദ്ദേഹത്തോടൊപ്പം ഇനിയൊരു ജീവിതത്തിലേക്ക് പോണമെന്നോ ലേഖയുടെ ജീവിതം തകർക്കണമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. എനിക്ക് ജീവിക്കാൻ എന്റെ മക്കള് മാത്രം മതി. എന്റെ ജയേട്ടന്റെ ഓർമ്മകളായി അവരുള്ളപ്പോ ഞാനെന്തിനാ ദുഃഖിക്കുന്നെ? പിന്നെ
ഇനി മേലിൽ ഭർത്താവിന്റെ അധികാരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും എന്നോട് വേണ്ട. ഇനി അത് പറ്റില്ലല്ലോ അരുന്ധതി. ഈ വിവാഹം സത്യമാക്കി കൊള്ളാമെന്ന് തന്റെ അച്ഛന് ഞാൻ വാക്കുകൊടുത്തു പോയില്ലേ? ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ അച്ഛന്റെ ജീവൻ സംരക്ഷിക്കാൻ എനിക്ക് ബാധ്യതയില്ലേ? അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ചിലപ്പോ ഒരു ഭർത്താവിന്റെ അധികാരവും പ്രയോഗിക്കും. അതിന് സമ്മതമല്ലെങ്കിൽ തനിക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകാം. കരാർ കാലാവധി വരെ കാക്കണമെന്നില്ല. ഒന്ന് നിന്നേ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. പക്ഷെ അതിനു മുൻപ് എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായിന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന്റെ കാരണം ഞാൻ ഇതുവരെ കരുതിയതൊന്നും അല്ലാന്ന് എനിക്കറിയാം. താൻ എന്തിന്റെ പിന്നാലെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ എന്റെ വഴിയിൽ എതിരെ വരരുത് പ്ലീസ്. അതെന്താ? വന്ന സിദ്ധാർത്ഥൻ എന്നെ കൊല്ലൂ. അപ്പോ നേരത്തെ അങ്ങനെ എതിരെ വന്ന ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അല്ല, ഇതിനിടയില് സിദ്ധാർത്ഥനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. കുറച്ചു കാലം മുൻപ് നിങ്ങളുടെ ചികിത്സാ പിഴവ് കൊണ്ട് ഒരു പെൺകുട്ടി മരിച്ചില്ലേ? മതി, ഇനി അധികം മുന്നോട്ട് പോകണ്ട. അത് തനിക്ക് അപകടമാണ്. തനിക്ക് മാത്രമല്ല, തന്റെ മക്കൾക്കും. ആവശ്യമില്ലാത്തതിലേക്ക് പിന്നാലെ അന്വേഷിച്ചു പോയി സ്വന്തം മക്കളുടെ ജീവൻ താൻ അപകടത്തിലാക്കരുത്. മനസ്സിലായോ? ഹലോ, താനോ? എവിടെ? ആ, താൻ അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ, നന്ദുട്ട ചായ. നീ അതങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. അതെ, അടുത്ത ദിവസം മുതൽ നീയും കൂടി സൂപ്പർ മാർക്കറ്റിൽ വരണം. എന്തിന്? ഇനി മുതലേ വീട്ടിൽ വരണം മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിലെ ചില കാര്യങ്ങൾ കൂടി ഞാൻ നിന്നെ ചുമതലപ്പെടുത്താൻ പോവാ. അതെന്തിനാ? അവിടെ ജിസ്നയില്ലേ? അടുത്ത മാസം ഷാജഹാൻ വന്ന് കല്യാണം കഴിഞ്ഞാ പിന്നെ അവളങ്ങ് പോവില്ലേ? അപ്പൊ പിന്നെ അവിടെ വേറെ മാനേജർ വെച്ചാ പോരെ? വേറെ മാനേജറെ വെച്ചാ നന്ദൂട്ടിന് എപ്പോഴും നിന്നെ അടുത്ത് കാണാൻ പറ്റും. കളിയാക്കല്ലേ നന്ദൂട്ട. ഞാൻ ഈ വീട്ടിലെ അമ്മയുടെ കൂടെ ജോലിയൊക്കെ ചെയ്തങ്ങ് ജീവിച്ചോളാം. ആരുമില്ലാത്ത എനിക്ക് ഇത്രയ്ക്ക് കിട്ടിയത് മഹാഭാഗ്യല്ലേ. നന്ദുന്റെ അമ്മച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതെ, ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ടായിട്ടും നീ എന്താ ഈ വിഷമങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത്? എന്റെ കാര്യം പറഞ്ഞ് ഞാൻ നന്ദുട്ടിനെ കൂടെ വിഷയിപ്പിക്കുന്നതിന്? നന്ദുട്ടൻ തന്ന ദാനമാ എനിക്ക് ഈ ജീവിതം. ഏയ്, അതല്ലടി, നിന്നെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യം? സത്യം. എന്നോട് ഒരിക്കലും പിണങ്ങല്ലേ നന്ദൂട്ട? ഒരിക്കലും പിണങ്ങില്ല. അല്ല, ഇനി അഥവാ ഞാൻ പിണങ്ങിയാ നീ എന്ത് ചെയ്യും? കൊല്ലും ഞാൻ. അല്ലെങ്കിൽ വേണ്ട, നന്ദൂട്ടിനെ കൊല്ലത്തില്ല, ഞാൻ ചത്തോളാം. പോടി പോത്തെ. അയ്യോ, എന്റെ പുണ്യാളിന്റെ എവിടെ? നന്ദൂട്ട, എന്റെ പുണ്യാളിന്റെ എവിടെയെന്ന്? ആ, ഞാൻ കണ്ടില്ല. ഇവിടെയല്ലേ പുണ്യാളച്ചിന്റെ ഫോട്ടോ തൂക്കിയിരുന്നത്? പിന്നെ അതെവിടെ നാലെടുത്തോണ്ട് പോയി? അമ്മച്ചി, അമ്മച്ചി! അല്ല, നീ എന്തിനാ അമ്മയെ വിളിക്കുന്നേ? അമ്മച്ചി! എന്തിനാ മോള് വിളിച്ചത്? അമ്മച്ചി, എന്റെ പുണ്യാളച്ചനെ കാണുന്നില്ല. എന്റെ പുണ്യാളച്ചൻ പോയി. അത് ശരി, അത്രേ ഉള്ളൂ. വാ വാ മോളെ. എന്റെ പുണ്യാളച്ച, നീ ഇതെവിടെ പോയി? ഇത് നിങ്ങളുടെ ദൈവത്തിന്റെ മുറിയല്ലേ? ഓ അതെ, നീ നോക്ക്. അതല്ലേ നിന്റെ ദൈവം? ഇതാരാ എടുത്തിവിടെ കൊണ്ടുവച്ചത്? ഞാനാ കൊണ്ടുവച്ചത്.
ഞങ്ങളുടെ അയ്യപ്പനും കൃഷ്ണനും രാമനും നിന്റെ യേശുവും എല്ലാരും കൂടി സന്തോഷായിട്ട് ഇതിനകത്തിരുന്നോളും. ഇപ്പൊ മോക്ക് സന്തോഷായോ? മോളെ, എല്ലാ ദൈവങ്ങളും ഒന്നാണ്.